എല്ലാവർക്കും നമസ്കാരം. ദ സ്കൂൾ ഓഫ് സക്സസ് ബൈ റോഷ്നി മേനോൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 കപ്പ് മാനിഫെസ്റ്റേഷൻ മെത്തേഡ്. നിങ്ങളിൽ പലരും ഈ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. 2 കപ്പ് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ്. നമ്മൾ ഓഫ് അട്രാക്ഷൻ കോച്ചുകളൊക്കെ ഇഷ്ടം പോലെ റെക്കമെൻഡ് ചെയ്യുന്നൊരു ടെക്നിക്കാണിത്. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 2 കപ്പാണ്. രണ്ട് ഗ്ലാസ് എടുക്കണം. അതിനുശേഷം ഇതുപോലെ സെല്ലോ ടേപ്പ് വെച്ച് അല്ലെങ്കിൽ ഒരു ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഒരു പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, 2 ഗ്ലാസ് എടുക്കുക. ഒരു ക്ലിയർ ഗ്ലാസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ കുപ്പിയിൽ വെള്ളം വേണം. ഓക്കെ, ഒരു പേന വേണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ഒരു കപ്പ് എടുക്കുക. ഒരു കപ്പ് എടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ നമ്മുടെ കറണ്ട് റിയാലിറ്റി എഴുതാൻ പോവാണ്. അതായത് ഇപ്പോൾ എൻ്റെ അവസ്ഥ എങ്ങനെയാണ്, കറണ്ട് റിയാലിറ്റി അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ എഴുതാം. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ 25,000 രൂപ മാസം സമ്പാദിക്കുന്ന ആളാണെങ്കിൽ അത് എഴുതുക. 25,000 പെർ മന്ത്. ഓക്കെ, ഏണിങ് അല്ലെങ്കിൽ 25,000 രൂപ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അത് എഴുതാം. അതിനുശേഷം താഴെ വേണമെങ്കിൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ട്രയിങ് ടു സ്റ്റാർട്ട് ന്യൂ ബിസിനസ്, പുതിയൊരു ബിസിനസ് തുടങ്ങുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, എൻ്റെ കറണ്ട് റിയാലിറ്റി ഇതാണെന്ന് പറഞ്ഞ് ഞാൻ എഴുതി വയ്ക്കുകയാണ്. ഓക്കെ, അടുത്ത ക്ലാസ് എടുത്തിട്ട് അതിൽ നമ്മൾ എഴുതേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ റിയാലിറ്റി, എനിക്ക് വേണ്ട റിയാലിറ്റി, പുതിയ റിയാലിറ്റി എന്താണോ അതാണ് നമ്മൾ എഴുതാനായിട്ട് പോണത്. അപ്പോൾ ഇപ്പോൾ 25,000 രൂപ വരുന്നുണ്ട് എനിക്ക് മാസം ലഭിക്കുന്ന ശമ്പളം എന്നുണ്ടെങ്കിൽ എനിക്ക് മാസം 1,00,000 രൂപ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 1 lakh പെർ മന്ത് എന്ന് നമ്മൾ എഴുതുക. ഓക്കെ, അതുപോലെ ന്യൂ ബിസിനസ് ഈസ് റണ്ണിങ് സക്സസ്ഫുള്ളി, എൻ്റെ പുതിയ ബിസിനസ് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വിത്ത് 5 or 10 ടീം മെമ്പേഴ്സ്, ഒരു 5 or 10 സ്റ്റാഫ്സ് ഉണ്ട് എന്നൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ 25,000 രൂപ ശമ്പളമാണ് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെൻ്റെ കറണ്ട് റിയാലിറ്റി, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് എന്താണ്? ന്യൂ റിയാലിറ്റി എന്താണ്? 1,00,000 രൂപ എനിക്ക് മാസം ലഭിക്കണം. എൻ്റെ ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് 10 സ്റ്റാഫൊക്കെ ഉള്ളൊരു അല്ലെങ്കിൽ 5-10 സ്റ്റാഫൊക്കെ ഉള്ളൊരു ബിസിനസ് സക്സസ്ഫുൾ ആയി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ ഗ്ലാസ്സിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കറണ്ട് റിയാലിറ്റി എന്ന് നമ്മൾ എഴുതിയ ഗ്ലാസ് ഉണ്ടല്ലോ, കറണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞ ഗ്ലാസ്സിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. അതുപോലെ ഞാൻ ഒരു കുപ്പിയിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ വെള്ളം ഒഴിച്ചു വെച്ചു. അപ്പോൾ ഇതെൻ്റെ കറണ്ട് റിയാലിറ്റിയാണ്. അതായത് 25,000 രൂപ എനിക്ക് മാസം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനൊരു ബിസിനസ്സൊക്കെ തുടങ്ങാനായിട്ടുള്ള ശ്രമത്തിലാണ്. ഇതാണ് ഈ ഒരു വെള്ളം നിറച്ച ഗ്ലാസ്സിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പുറത്ത് എന്താണ് എൻ്റെ ന്യൂ റിയാലിറ്റി? 1,00,000 രൂപ മാസം ലഭിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ലഭിക്കണം. എൻ്റെ ഇനി എനിക്ക് ആഗ്രഹമുള്ള കാര്യമാണ്. എൻ്റെ ബിസിനസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ഗ്ലാസ്സിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വെള്ളം ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ഒഴിച്ചു. അപ്പോൾ എന്താണ്, ഇവിടെ നിന്നും ഈ ഒരു റിയാലിറ്റിക്ക് ഇത് ഷിഫ്റ്റായി. ഇനി ഞാൻ ചെയ്യുന്നത് ഈ വെള്ളം ഞാൻ കുടിക്കാൻ പോവുകയാണ്. ഞാൻ കുടിച്ചു. അപ്പോൾ ആ ഒരു ന്യൂ റിയാലിറ്റിയെ ഉൾക്കൊണ്ടാണ് ഞാനത് കുടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ്? 2 കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന്, നമ്മളിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ നിന്ന് ഇതിലേക്ക് ഞാനിങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു ഷിഫ്റ്റ് നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണുകയാണ്. ഫിസിക്കലി നമ്മൾ കാണുകയാണല്ലേ. അതായത് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് എനിക്ക് ഈ ഒരു റിയാലിറ്റിയിലേക്ക് പോവാമെന്ന് പറയുന്ന ഒരു ഹയർ സെൽഫിലേക്ക് പോവാമെന്ന് പറയുന്ന ഒരു ഷിഫ്റ്റ്, ഒരു കണ്ടോ, ഇങ്ങനെ നമ്മൾ കണ്ടോ, ഇതുപോലൊരു ഷിഫ്റ്റ് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത് നേരിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു കൺവിൻസിങ് ആണ്. ഓക്കെ, എനിക്കിങ്ങനെ പോവാൻ പറ്റുമല്ലോ എന്ന് നമുക്ക്, കാരണം ഈ വെള്ളത്തിൽ ഇങ്ങനെ പോകാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ എനർജി വെച്ചിട്ട് എനിക്ക് ഇതുപോലെ പോവാം എന്നുള്ളൊരു ഹയർ സെൽഫിലേക്ക് പോവാം എന്നുള്ളൊരു കൺവിക്ഷൻ നമുക്ക് കിട്ടുകയാണ്, ഒരു ബോധ്യം നമുക്ക് കിട്ടുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ വാട്ടർ ഹാസ് മെമ്മറി. നമ്മുടെ വെള്ളത്തിന് പവറുണ്ട്. 70% നമ്മുടെ ബോഡിയിൽ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു അഫർമേഷൻസ് പറഞ്ഞുകൊണ്ട്
നമ്മൾ ഈ പറയുന്ന എന്താ പറയുക ആരാധനാലയങ്ങളിലൊക്കെ കൊടുക്കുന്ന വെള്ളത്തിന് പവർ, അതായത് അവിടുത്തെ മന്ത്രത്തിന് ആ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് തരുന്ന വെള്ളത്തിന് പവർ ഉണ്ടെങ്കിൽ നമ്മുടെ വേർഡ്സിന് നമ്മൾ തന്നെ പറയുന്ന പോസിറ്റീവ് വാക്കുകൾക്ക് കൂടുതലും എഫക്റ്റ് ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ന്യൂ റിയാലിറ്റി, ഇതാണ് കാര്യം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിയാലിറ്റി നമ്മൾ കുടിക്കുമ്പോൾ ഈ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഈ ഒരു വെള്ളം അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ന്യൂ റിയാലിറ്റിയുടെ ആ ഒരു അഫർമേഷൻ്റെ ഒരു ഫ്രീക്വൻസി അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് കുടിക്കുമ്പോൾ നമ്മുടെ ആ ഒരു വെള്ളം അകത്തേക്ക് പോകുമ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജിയും കൊണ്ടാണ് ആ ഒരു വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ആ 2 കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ പറയുന്ന 2 കപ്പ് മാനിഫെസ്റ്റേഷൻ മെത്തേഡ്. വളരെ സിമ്പിളാണ് അല്ലേ. വെള്ളം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കുടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തൊക്കെ ഒന്ന് നോക്കി നോക്കൂ. ചെയ്യേണ്ടത് ഇത്ര ഉള്ളൂ. 2 ഗ്ലാസ് എടുക്കണം. ചില്ല് ഗ്ലാസ് ആണെങ്കിൽ അത്രയും നല്ലത്. പുറത്ത് ഇതുപോലെ ഒന്ന് ഒരു പേപ്പർ വെച്ച് ഒട്ടിക്കുക. എന്നിട്ട് കറണ്ട് റിയാലിറ്റി, അതായത് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ വേണ്ടത്, 25,000 രൂപയാണെങ്കിൽ ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഞാനൊരു ബിസിനസ് തുടങ്ങാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ അവിടെ എഴുതുക. അടുത്തതിൽ നമ്മൾ ന്യൂ റിയാലിറ്റി, എനിക്ക് വരാൻ പോകുന്ന റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 രൂപ ലഭിക്കുന്നു, എൻ്റെ ബിസിനസ് വളരെ സക്സസ്ഫുള്ളായി 5-10 പേരൊക്കെ അടങ്ങുന്ന സ്റ്റാഫായിട്ട് മുമ്പോട്ട് പോകുന്നു. ഓക്കെ, ഇത് നമ്മൾ എന്താ പറയുക അങ്ങനെ നമ്മൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതിന് ശേഷം നമ്മളൊരു കുപ്പിയിൽ നിന്ന് വെള്ളമെടുത്ത് ഇതുപോലെ ആദ്യത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു. അതായത് എൻ്റെ കറണ്ട് റിയാലിറ്റിക്ക് ഒഴിക്കുന്നു. ഞാനതൊന്ന് വായിക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് സംഭവം, എൻ്റെ കറണ്ട് റിയാലിറ്റിയാണ് 25,000 ആണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വായിക്കുന്നു. അതിനുശേഷം ആ വെള്ളമെടുത്ത് എൻ്റെ ന്യൂ റിയാലിറ്റിയിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. ഒഴിച്ചതിന് ശേഷം ഞാൻ അതും വായിക്കുന്നു. 1,00,000 രൂപ മാസം എനിക്ക് ലഭിക്കുന്നുണ്ട്, എൻ്റെ ബിസിനസ് സക്സസ്ഫുള്ളായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ വായിക്കുകയാണ്. അതിനുശേഷം ആ വെള്ളം ആ ഒരു അഫർമേഷൻ പറഞ്ഞുകൊണ്ട് കുടിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, 2 കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹയർ സെൽഫിലേക്ക്, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഞാൻ ഒഴിക്കുമ്പോൾ ആ ഒരു ഹയർ സെൽഫിലേക്ക് അത് പോകുന്നു എന്നുള്ളൊരു കൺവിക്ഷൻ നമുക്ക് കിട്ടുന്നു. അതുപോലെ വെള്ളത്തിന് മെമ്മറി ഉണ്ട്. അതുകൊണ്ട് വെള്ളത്തിനോട് നമ്മൾ എന്ത് പറഞ്ഞും അല്ലെങ്കിൽ എന്ത് എഴുതി വെച്ചും നമ്മളത് കുടിക്കുമ്പോൾ ആ ഒരു എനർജി, ആ ഒരു പോസിറ്റീവ് ഫ്രീക്വൻസി നമ്മുടെ ഉള്ളിലേക്കും പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് 2 കപ്പ് മാനിഫെസ്റ്റേഷൻ മെത്തേഡ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്താ പറയുക, ഞാനൊരു പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണിത്, 2 കപ്പ് മാനിഫെസ്റ്റേഷൻ മെത്തേഡ്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രഗ്നൻസിയുടെ ആ ഒരു റിസൾട്ട് കിട്ടുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് പരീക്ഷിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ എന്താ പറയുക തള്ളിക്കളയാതെ ഇതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ വീഡിയോ മാത്രം കണ്ടാൽ പോരല്ലോ, നമ്മളത് ആക്ഷൻ എടുക്കുമ്പോഴാണ് എന്തൊരു സാധനം നമുക്ക് വരുന്നത് അല്ലേ. നിങ്ങൾ ഓക്കെ ഇന്ന ടെക്നിക്കുകളോ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ നമ്മൾ പറയുന്ന ടെക്നിക്കുകൾ ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുക എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ചിലർക്ക് 2 കപ്പ് ആയിരിക്കാം, ചിലർക്ക് 1-2 ആയിരിക്കാം, അങ്ങനെ പല രീതിയിലുണ്ടായിരിക്കും നിങ്ങളുടെ ബിലീഫ് അനുസരിച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. വെള്ളം കുടിക്കുമ്പോൾ ഇതൊന്ന് 2 ഗ്ലാസ് എടുത്താൽ മതി. 2 ഗ്ലാസ് എല്ലാ വീട്ടിലും ഉണ്ടാവും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താ പറയുക, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ന്യൂ റിയാലിറ്റിക്ക് നിങ്ങളൊന്ന് ഒരു ക്വാണ്ടം ഷിഫ്റ്റ് നടത്താനായിട്ട് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ദിസ് ഈസ് റോഷ്മാന സൈനിങ് ഓഫ്.